ഇന്ന് നമ്മുടെ ആൾക്കാരുടെ പ്ലേറ്റുകളിലോട്ട് നല്ല രുചിയേറിയ ഭക്ഷണമായി വന്നുകൊണ്ടിരിക്കും. നമ്മൾക്കറിയാം അടൂർ ബൈപ്പാസിലെ തിരക്ക് ആദ്യ കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ വിളിച്ച് കംപ്ലൈന്റ് പറയാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് നമ്മൾ ഇന്ന് നഗരസഭയിലെ എല്ലാ ഹോട്ടലുകളിലും പരിശോധിക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ ചന്തോച്ചർ. ഈ കഴിഞ്ഞ ദിവസം അടൂരിൽ നടന്ന ഒരു മിന്നൽ റെയ്ഡ് ഉണ്ടായിരുന്നു. പല ഹോട്ടലുകളിലെയും ഭക്ഷണ പദാർത്ഥങ്ങൾ മനുഷ്യന് കഴിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ദുർഗന്ധം പിടിച്ച ഭക്ഷണങ്ങളായിരുന്നു അവിടെ വിളമ്പിക്കൊണ്ടിരുന്നത്. ആദ്യം തന്നെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരോട് ഒരു ബിഗ് സല്യൂട്ട്. കാരണം മനുഷ്യൻ കഴിക്കുന്ന ആഹാരങ്ങളാണ്, അത് ഇത്രയും വൃത്തിഹീനമായ ആഹാരങ്ങൾ പല ഹോട്ടലുകളിലും വിളമ്പുന്നു എന്നുള്ളതാണ്. എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു 80% ഫുഡും എൻ്റെ വീട്ടിൽ തന്നെ വെച്ചാണ് ഞാൻ കഴിക്കുന്നത്. അതിന് കാരണം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഒക്കെ തന്നെയാണ്. എൻ്റെ അമ്മയുടെ ശീലം കണ്ടാണ് ഞാൻ വളർന്നത്. വീട്ടിലെ പറയുകയാണെങ്കിൽ ഒരു 85% എൻ്റെ അമ്മ തന്നെയാണ് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത്. ഒരു ഹോട്ടൽ ഭക്ഷണങ്ങളും എൻ്റെ വീട്ടിൽ അധികം വാങ്ങാറില്ല. ചിലപ്പോൾ എന്തെങ്കിലും വിശിഷ്ട വ്യക്തികളോ ആവശ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ മാത്രമായിരിക്കും അമ്മ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങുന്നത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവർ ഒരു ഭക്ഷണം പോലും ഒരു ഹോട്ടലിൽ പോയി അവർ മേടിച്ച് കഴിക്കാറില്ല. അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഒരു 20% ഞാൻ ഇവിടെ പറയുന്നത്. ചിലപ്പോൾ ഇവിടെ ചില ഫംഗ്ഷനുകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളുടെ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നത്. ബാക്കി അവർ പറയുന്ന എന്ത് ആഹാരങ്ങളും ഞാനോ അല്ലെങ്കിൽ വൈഫോ ഞങ്ങൾ തന്നെ വീട്ടിൽ ചെയ്തു കൊടുക്കുകയാണ് പതിവ്. നമ്മൾ ഹോട്ടലിൽ പോയി ഇത്രയും ആസ്വദിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവിടെ എന്താണ് ആ വൃത്തിഹീനമായ സംഭവങ്ങൾ നമ്മൾക്ക് അറിയുന്നുണ്ടോ? ചിലപ്പോൾ വല്ലപ്പോഴും ആർക്കെങ്കിലും പൊതിയിൽ കിട്ടുന്ന ഒരു പുഴുവിന് എന്തെങ്കിലും ആയിരിക്കും അന്ന് ആ റെയ്ഡിനോ അല്ലെങ്കിൽ അവരിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതിന് ന്യായങ്ങളും പലത് കാണും. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കളുടെ ആരോഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ കഴിയുന്നതും ഹോട്ടലിലെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, സ്വന്തമായി വെച്ച് കഴിക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്നും ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ നോക്കുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല ഹെൽത്തിയായ ഫുഡ് നമുക്ക് കഴിക്കാനും പറ്റും, നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താനും പറ്റും. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ മാക്സിമം ആരും കയറാതിരിക്കുക. എനിക്ക് തോന്നുന്നത് അടൂരിലെ ഒരു 10 ഹോട്ടലുകളിൽ നിന്നും തന്നെ റെയ്ഡ് ചെയ്ത് ഭക്ഷണങ്ങൾ എടുത്തിട്ടുണ്ട്. പഴകിയ ഭക്ഷണങ്ങൾ, അതും വൃത്തിഹീനമായ ഭക്ഷണങ്ങൾ. എന്നിട്ടും അത് പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ ഹോട്ടലുകളൊക്കെ ഇന്ന് രാവിലെ വീണ്ടും അതിശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇന്നലെ റെയ്ഡ് നടത്തിയിട്ട് പോലും അത് പൂട്ടിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് വിശ്വസിച്ചാണ് ഇനിയും നിങ്ങളൊക്കെ അവിടെ പോയി ആഹാരം കഴിക്കും? ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇനിയും വിളമ്പുന്ന ഹോട്ടലുകൾക്ക് നേരെ ശക്തമായ നിയമ നടപടികൾ എടുക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി പറയുന്നു.